ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 9-ന് പൊങ്കൽ റിലീസായി തിയേറ്ററെത്തി വമ്പൻ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാസാബ്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ക്ലോസിംഗ് അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തത് 127 കോടി 65 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 14 കോടി 70 ലക്ഷം രൂപയുമാണ്. തമിഴ്നാട്ടിൽ 2 കോടി 96 കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ കേരളത്തിൽ നിന്ന് 50 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ സൗത്ത് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 145 കോടി 81 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. മഹാരാഷ്ട്ര 8 കോടി 61, ദില്ലി UP 5 കോടി 26, പഞ്ചാബ് 1 കോടി 68, ഗുജറാത്ത് 1 കോടി 60, രാജസ്ഥാൻ 1 കോടി 30, വെസ്റ്റ് ബംഗാൾ 1 കോടി 19, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ 9 കോടി 30 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 174 കോടി 75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $3.75 മില്യൺ, അതായത് 34 കോടി 40 ലക്ഷം രൂപ. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 209 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സിനിമയ്ക്ക് OTT, സാറ്റലൈറ്റ് റൈറ്റ്സ്, മ്യൂസിക് എന്നിങ്ങനെ ബിസിനസ് വഴി കളക്ട് ചെയ്തിരിക്കുന്നത് 185 കോടി രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ മുടക്ക് മുതലിൻ്റെ, അതായത് 400 കോടിയുടെ 98% തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതായത് 395 കോടി രൂപയാണ് ബിസിനസ് തിയേറ്റർ റൈറ്റ്സ് വഴി രാജാസാബ് എന്ന സിനിമയ്ക്ക് പ്രോഫിറ്റായിട്ട് തിരികെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ നിർമ്മാണ വിതരണക്കാരുടെ മൊത്തം നഷ്ടം 5 കോടി രൂപ മാത്രമാണ്. നിവിൻ പോളി നായകനായി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23-ന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് ബേബി ഗേൾ. ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ 4 കോടി 15, കർണാടകയിൽ 31 ലക്ഷം, തമിഴ്നാട്ടിൽ 16 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 17 ലക്ഷം എന്നിങ്ങനെ 4 കോടി 79 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $2,30,000 കളക്ട് ചെയ്തത്, അതായത് 2 കോടി 8 ലക്ഷം രൂപ. അങ്ങനെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 6 കോടി 87 ലക്ഷം രൂപയാണ്. കേരളത്തിൽ ഫൈനൽ തിയേറ്റർ ഷെയറായി 1 കോടി 90 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 3 കോടി 20 ലക്ഷം രൂപയും മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയ ചിത്രത്തിന് ശേഷം നിവിൻ പോളിക്ക് ബേബി ഗേൾ എന്ന സിനിമ സമ്മാനിച്ചത് വമ്പം പരാജയമാണ്. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയ ആശകൾ 1000 എന്ന സിനിമ 15-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 14,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 6 കോടി 23 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 16-ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരള കളക്ഷനായി 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 6 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലുമാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രകമ്പനം. നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമയിൽ സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 22-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 19,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 22 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 13 കോടി 20 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 23-ാം ദിവസം ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ 25-30 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 20 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 5-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 16 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 42 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 17-ാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 3 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 1 കോടി 45 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 17 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി 10 ലക്ഷം റേഞ്ചിലുമാണ്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഷാഹിദ് കപൂർ, ടിപ്റ്റി ഡ്രമീർ, നാന പട്ടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാനി, അവിനാശ് തിവാരി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 8 ദിവസത്തെ ഇന്ത്യൻ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ വാരത്തിൽ ഇന്ത്യൻ കളക്ഷനായി 60 കോടി 92 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ 8-ാം ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 75 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 63 കോടി 67 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $2.2 മില്യൺ, അതായത് 18 കോടി 35 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 125 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 82 കോടി 2 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 6-ന് തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് വിത്ത് ലവ്. അഭിഷാം ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 30,70,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 28 കോടി 25 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 3 കോടി 25 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 31 കോടി 50 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.